ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് നമ്മുടെ പുതിയതായിട്ട് നിർമ്മിച്ച പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അതിൻ്റെ ഉദ്ഘാടനം മന്ത്രി ബാലഗോപാൽ നിർവഹിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര പുതുതായിട്ട് നിർമ്മിച്ച ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് അതിൻ്റെ സൈഡിലൂടെ പോയി നമുക്കിതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളെന്നൊക്കെ നോക്കാം. സൗകര്യങ്ങളും ഇതെല്ലാം നമുക്കൊന്ന് കാണാം. പഴയ ബസ് സ്റ്റാൻഡിനെ വെച്ചിട്ട് പുതിയ ബസ് സ്റ്റാൻഡ് വളരെ ഗംഭീരമാണ്. നല്ല സൂപ്പർ ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ പണിഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ ഒന്ന് പോയി എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്നൊക്കെ നോക്കാം. ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എല്ലാ സ്കീമും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, ആനുകൂല്യം എല്ലാ മേഖല എടുത്താലും അതുപോലെ ധാരാളം വികസന കാര്യങ്ങൾ ഇതുപോലെ എല്ലായിരുന്നു. ഇതെല്ലാം ജനങ്ങളെ ബാധിക്കുന്നതാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി എന്നതിൽ കേരളത്തിനാകെ സന്തോഷകരമായി തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കൊട്ടാരക്കരക്കാർക്കും അതിൻ്റെ പേരിൽ സന്തോഷമുണ്ടാകും. കാരണം കൊട്ടാരക്കര MLA കേരളത്തിനെ ആകെ മെച്ചപ്പെടുത്താൻ അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി നിന്നു എന്നുള്ളത് തീർച്ചയായും കൊട്ടാരക്കരയിലെ ഓരോ വോട്ടറും കരുതുന്നു. എന്തായാലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് KN ബാലഗോപാൽ.